ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണശേഷം എന്ത് സംഭവിക്കുന്നു? റോമൻ കത്തോലിക്ക സഭയുടെ നേതാവായി 12 വർഷം സേവനം അനുഷ്ഠിച്ച ശേഷം 88-ാം വയസ്സിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചു. 1936-ൽ ജനിച്ച അദ്ദേഹം ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കർശനമായി പാലിച്ചു വരുന്ന ആചാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ദുഃഖാചരണത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. പുതിയ പോണ്ടിഫിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രക്രിയയും ഇത് തുടക്കമിട്ടു. പോപ്പിന്റെ വിയോഗം ദുഃഖാചരണം മുതൽ പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നത് വരെയുള്ള ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന സംഭവ പരമ്പരകൾക്ക് വഴിയൊരുക്കുന്നു. ആദ്യത്തെ ചടങ്ങ് മാർപ്പാപ്പയുടെ മരണം സ്ഥിരീകരിക്കുകയാണ്. അടുത്ത മാർപ്പാപ്പ സ്ഥാനമേൽക്കുന്നത് വരെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നത് വത്തിക്കാൻ അഡ്മിനിസ്ട്രേറ്റർ കാമർലെങ്കോ അഥവാ ചേംബർലെയിൻ ആണ്. നിലവിൽ ഐറിഷ് അമേരിക്കൻ കർദിനാൾ കെവിൻ ഫാരൽ ആണ് വത്തിക്കാൻ അഡ്മിനിസ്ട്രേറ്റർ. കാമർലെങ്കോ ആണ് മാർപ്പാപ്പയുടെ മരണം സ്ഥിരീകരിക്കുന്നത്. കാമർലെങ്കോ 3 തവണ മാർപ്പാപ്പയുടെ സ്നാനനാമം ചൊല്ലി വിളിക്കും. പ്രതികരിക്കാത്ത പക്ഷം മരണം സ്ഥിരീകരിക്കും. 1963 മുൻപ് മരണം സ്ഥിരീകരിക്കാൻ ചെറിയ സിൽവർ ചുറ്റിക ഉപയോഗിച്ച് നെറ്റിയിൽ ചെറുതായി തട്ടി നോക്കുമായിരുന്നു. എന്നാൽ 1963 ഈ ഒരു രീതി നിർത്തലാക്കി. മരണം വത്തിക്കാന്റെ ഔദ്യോഗിക ചാനലിലൂടെ ലോകത്തെ അറിയിക്കും. ശേഷം 4 മുതൽ 6 ദിവസത്തിനുള്ളിൽ ശവസംസ്കാരവും നടത്തും. മരണാന്തര ചടങ്ങുകൾക്ക് ഫാരൽ നേതൃത്വം നൽകുമെന്ന് വത്തിക്കാൻ പറഞ്ഞു. പോപ്പിന്റെ സ്വകാര്യ വസതി പൂട്ടി മുദ്ര വെക്കേണ്ടതും കാമർലെങ്കോയുടെ ഉത്തരവാദിത്തമാണ്. ഒപ്പം ഔദ്യോഗിക മാർപ്പാപ്പ രേഖകളുടെ ഭാഗമായ ഫിഷർമാൻസ് റിംഗും മാർപ്പാപ്പയുടെ മുദ്രയും നശിപ്പിക്കാനുള്ള നടപടികൾ കാമർലെങ്കോ സ്വീകരിക്കുന്നു. മറ്റ് മാർപ്പാപ്പമാരിൽ നിന്ന് വ്യത്യസ്തമായി ഫ്രാൻസിസ് മാർപ്പാപ്പ അപ്പോസ്തലിക് കൊട്ടാരത്തിലെ പെന്റ് ഹൗസ് അപ്പാർട്ട്മെന്റിലല്ല താമസിച്ചിരുന്നത്. പകരം വത്തിക്കാനിലെ സെയിന്റ് മാർത്ത ഗസ്റ്റ് ഹൗസിലെ 2 മുറികളുള്ള ഒരു സ്വീറ്റ് രൂപത്തിലുള്ള കൂടുതൽ എളിയ ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത്. കാമർലെങ്കോയും 3 സഹായ കർദിനാൾമാരുടെ സംഘവും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശവസംസ്കാരത്തിന്റെ തീയതി ഉൾപ്പെടെ വിലാപ ചടങ്ങുകളുടെ സ്കെഡ്യൂൾ നിശ്ചയിക്കും. സാധാരണയായി 9 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് വിലാപ ചടങ്ങുകളുടെ ഒരു കാലയളവ്. പൊതുജനങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി സംസ്കരിക്കുന്നതിന് മുമ്പ് പോപ്പിന്റെ മൃതദേഹം എപ്പോൾ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് മാറ്റണമെന്നും ഫാരലും സംഘവും തീരുമാനിക്കും. യൂണിവേഴ്സിറ്റി ഡൊമിനിസി ഗ്രേസിസ് ഭരണഘടന പ്രകാരം മാർപ്പാപ്പയുടെ മരണശേഷം 4 മുതൽ 6 ദിവസത്തിനുള്ളിൽ സംസ്കാരം നടത്തണമെന്നാണ്. മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം മറ്റെവിടെയെങ്കിലും സംസ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല എങ്കിൽ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് സംസ്കാരം നടക്കുക. മുൻ മാർപ്പാപ്പമാരിൽ ഭൂരിഭാഗം പേരും സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. എന്നാൽ തനിക്ക് വിശ്രമം ഒരുക്കേണ്ടത് റോമിലെ സെയിന്റ് മേരി മേജർ ബസിലിക്കയിലായിരിക്കണമെന്ന് പോപ്പിന്റെ മരണപത്രത്തിലുണ്ട്. സംസ്കാരശേഷം 9 ദിവസത്തെ ദുഃഖാചരണ കാലമുണ്ടാകും. ഇനി പുതിയ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പാണ്. 13-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച കോൺക്ലേവ് എന്നറിയപ്പെടുന്ന രഹസ്യ യോഗത്തിലാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത്. വത്തിക്കാനിൽ നടക്കുന്ന കോൺക്ലേവിൽ 80 വയസ്സിന് താഴെയുള്ള കർദിനാൾമാർ സ്വകാര്യമായി ഒത്തുചേർന്ന് അടുത്ത പോപ്പിനെ തിരഞ്ഞെടുക്കുന്നു. ഒരു മാർപ്പാപ്പയുടെ വിയോഗശേഷം 15 മുതൽ 20 ദിവസത്തിനുള്ളിൽ കോൺക്ലേവ് ആരംഭിക്കും. 80 വയസ്സിന് താഴെയുള്ള കർദിനാൾമാർ ഈ ഒരു രഹസ്യയോഗത്തിൽ ചേരാൻ വത്തിക്കാനിൽ ഒത്തുകൂടുന്നു. മാർപ്പാപ്പയുടെ മരണശേഷം തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതുവരെ കോൺക്ലേവിനായി എത്തുന്ന കർദിനാൾമാരുടെ പുറം ലോകവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്യുന്നു. നിലവിൽ 135 കർദിനാൾ ഇലക്ടർമാരുണ്ട്. അതിൽ 108 പേരെ ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ചതാണ്. ഇതിൽ 53 പേർ യൂറോപ്പിൽ നിന്നും വടക്കേ അമേരിക്കയിൽ നിന്നുള്ള 20 പേരും 18 പേർ ആഫ്രിക്കയിൽ നിന്നും 23 പേർ ഏഷ്യയിൽ നിന്നുള്ളവരും 4 പേർ ഓഷ്യാനിയയിൽ നിന്നും 17 പേർ തെക്കേ അമേരിക്കയിൽ നിന്നുള്ളവരുമാണ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ എല്ലാ കോൺക്ലേവുകളും മൈക്കൽ ആഞ്ചലോയുടെ പ്രശസ്തമായ ഫ്രെസ്കോകളാൽ അലങ്കരിച്ച സിസ്റ്റൈൻ ചാപ്പലിലാണ് നടക്കുന്നത്. ഒരു സ്ഥാനാർത്ഥി 3-ൽ 2 വോട്ടുകൾ നേടുന്നതുവരെ എല്ലാ ദിവസവും വിവിധ റൗണ്ട് വോട്ടെടുപ്പുകൾ നടക്കുന്നു. ഓരോ സെഷന്റെയും അവസാനം ബാലറ്റുകൾ കത്തിക്കുന്നു. കത്തിച്ച ശേഷം വരുന്ന പുക, കറുത്ത പുക തീരുമാനമെടുത്തിട്ടില്ല എന്നും വെളുത്ത പുക പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു എന്നും സൂചിപ്പിക്കുന്നു. വെളുത്ത പുകയ്ക്കൊപ്പം സെയിന്റ് പീറ്റേഴ്സിന്റെ മണികളും മുഴങ്ങും. ശേഷം പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയോട് പോപ്പ് ആകാൻ സമ്മതമാണോ എന്ന് ചോദിക്കും. സമ്മതം അറിയിച്ചാൽ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി പുതിയ പേര് സ്വീകരിക്കണം. തുടർന്ന് മുതിർന്ന കർദിനാൾ ഡീക്കൻ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിലെത്തി മാർപ്പാപ്പയെ പ്രഖ്യാപിക്കും. ആകാംക്ഷയോടെ നിൽക്കുന്ന ആയിരക്കണക്കിന് വിശ്വാസികളെ നോക്കി ഹെബമസ് പാപ്പും, നമുക്കൊരു പോപ്പുണ്ട് എന്നർത്ഥമുള്ള ലാറ്റിൻ പ്രഖ്യാപനം നടത്തുന്നു. പിന്നാലെ പുതിയ മാർപ്പാപ്പ ബാൽക്കണിയിൽ വന്ന് വിശ്വാസി സമൂഹത്തെ അഭിവാദ്യം ചെയ്യുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. മിക്ക പോപ്പുകളും മരിക്കുന്നതുവരെ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ആരോഗ്യം ക്ഷയിച്ചതിനാൽ 2013-ൽ 85 വയസ്സുള്ളപ്പോൾ രാജിവെച്ച പോപ്പ് ബെനഡിക്ട് 16-ാമൻ 600 വർഷത്തിനിടെ സ്ഥാനമൊഴിഞ്ഞ ആദ്യത്തെ പോപ്പായിരുന്നു.